ഇപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്കിലാണ് നിൽക്കുന്നത്. ക്വസ്റ്റ്യൻ ബാങ്കിൽ മെയിൻ മെനുവിൽ ക്വസ്റ്റ്യൻ ലിസ്റ്റ് ഉണ്ട്. ക്വസ്റ്റ്യൻ ലിസ്റ്റിൻ്റെ പേജാണിത്. ഒരു സ്റ്റാഫ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ അതിൻ്റെ ആൻസറും കാണാൻ സാധിക്കും. ഇവിടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ, മൾട്ടിപ്പിൾ ചോയ്സ്, അങ്ങനെയുള്ള പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് ഫിൽട്ടർ ചെയ്യാം. ക്ലാസ് വൈസും ക്വസ്റ്റ്യൻ ടൈപ്പ് വൈസും ഒക്കെ ആയിട്ട് ഫിൽട്ടർ ചെയ്യാം. ഇപ്പോൾ BCA സെക്കൻഡ് ഇയർ മൾട്ടിപ്പിൾ ചോയ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ കാണുന്നു, അതിൻ്റെ സബ്ജക്റ്റ്, ക്ലാസ്, അതുപോലെ ആൻസർ, എന്താണ് ആൻസർ. ഇപ്പോൾ ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് പല ഓപ്ഷൻസ് ഉണ്ട്. റൈറ്റ് ആൻസർ ഏതാണോ അത് ഒരു ഗ്രീൻ കളറിൽ കാണിക്കുന്നുണ്ട്. ഇത് ക്വസ്റ്റ്യൻ സെർച്ച് ചെയ്യാനും സാധിക്കും. വേർഡ് ഒരു ക്വസ്റ്റ്യൻ്റെ വേർഡ് വെച്ച് സെർച്ച് ചെയ്യാനും സാധിക്കും. ഇനി ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യുന്നത്, ഇവിടെ ഇപ്പം വൺ വേർഡ്, മൾട്ടിപ്പിൾ ചോയ്സ്, പാരഗ്രാഫ്, എസ്സേ, ഇങ്ങനെ 4 ക്വസ്റ്റ്യൻസ് ടൈപ്പുകൾ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്ലാസ് സെലക്ട് ചെയ്യുന്നു, ഏത് ക്ലാസ്സിനുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നു. ഡിഫിക്കൽട്ടി ലെവൽ, ഇതൊരു എങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈസി ആണോ മീഡിയം ആണോ. അപ്പോൾ ഈ ഒരു ഡിഫിക്കൽട്ടി ലെവലൊക്കെ അഡ്മിനാണ് സെറ്റ് ചെയ്യുന്നത്. അതുപോലെ കോഴ്സ് ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് സിലബസ്, ഈ ഒരു സബ്ജക്റ്റിന് സിലബസ് എന്തെങ്കിലും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിക്കുകൾ ഏതൊക്കെയാണ്, മൾട്ടിപ്പിൾ ടോപ്പിക്കുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇനി ഒരു സിംഗിൾ ടോപ്പിക് ആണെങ്കിൽ അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതൊരു റിക്വയർഡ് ഫീൽഡ് അല്ല. പിന്നെ ക്വസ്റ്റ്യൻ ഇവിടെ ടൈപ്പ് ചെയ്യാനും സാധിക്കും, ക്വസ്റ്റ്യൻ എന്താണെന്ന് ടൈപ്പ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ ഇമേജ് ആയിട്ടും കൊടുക്കാം. ഇപ്പോൾ ടീച്ചർ ഒരു പേപ്പറിൽ എഴുതിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ഇമേജ് വേടിയിൽ നിന്ന് എവിടെന്നെങ്കിലും എടുക്കുന്നതാണെങ്കിൽ അങ്ങനെ ചെയ്യാനും പറ്റും. സ്നിപ്പ് ചെയ്തെടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ ഒരു ഇമേജ് ആഡ് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്നു, ഇമേജ് കൊടുക്കുന്നു. ഇത്രയും കൊടുത്താൽ ഇമേജ് ആഡ് ആകും. അതിൻ്റെ അടിയിൽ ഒന്നിൽ കൂടുതൽ ഇമേജസ് വേണമെങ്കിലും ആഡ് ചെയ്യാൻ, ഇനി അതിൻ്റെ അടിയിൽ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാനും സാധിക്കും. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വൺ വേർഡിൻ്റെ എന്താണോ ആൻസർ എന്നുള്ള കാര്യം കൊടുക്കുന്നു. ഇത്രയും കൊടുത്ത് സേവ് ചെയ്തിരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻ ആഡ് ആകും. ഇനി മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞാൽ സെയിം പ്രോസസ്സ് തന്നെയാണ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നത് വരെ ചെയ്യുന്നത്. അതിന് ശേഷം ആൻസർ എന്ന് പറയുമ്പോൾ, ആൻസർ എന്ന് പറയുമ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഓപ്ഷൻസ് ആഡ് ചെയ്യാം. അത് ടീച്ചറിന് തീരുമാനിക്കാം എത്ര ഓപ്ഷനാണ് വേണ്ടതെന്ന് തീരുമാനിക്കാം. ഓപ്ഷൻ ആഡ് ചെയ്യുന്ന സമയത്ത് അതിലൊരു റൈറ്റ് ചോയ്സ്, കറക്റ്റായിട്ടുള്ള ഉത്തരം ഏതാണ് എന്നുള്ളതും കൂടെ കൊടുക്കണം. അപ്പോൾ സാധാരണഗതിയിൽ ഓപ്ഷൻ ആഡ് ചെയ്യുക, ഓപ്ഷൻ എ ചോയ്സ്, റൈറ്റ് ചോയ്സ്. അപ്പം രണ്ടാമത്തെ ഓപ്ഷനാണ് റൈറ്റ് ചോയ്സ് എങ്കിൽ അവിടെ റൈറ്റ് ചോയ്സ് എന്ന് കൊടുക്കണം. അപ്പോൾ അത് ഗ്രീൻ കളറിൽ കാണിക്കും. എന്തെങ്കിലും മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് വീണ്ടും ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ സി വീണ്ടും ആഡ് ചെയ്യുമ്പോൾ റൈറ്റ് ചോയ്സ് അല്ല ചോയ്സ്. അപ്പോൾ അങ്ങനെ 4 ചോയ്സ് ഉണ്ടെങ്കിൽ 4 ചോയ്സും ആഡ് ചെയ്യാം. ഈ റൈറ്റ് ചോയ്സ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു എക്സാം നടത്തുമ്പോൾ ഇവാലുവേഷൻ, ഓട്ടോ ഇവാലുവേഷൻ നമുക്ക് എനേബിൾ ചെയ്യിക്കാൻ സാധിക്കും. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ്റെ കേസിലും വൺ വേർഡ് ചോയ്സ് ക്വസ്റ്റ്യൻ്റെ കേസിലും നമുക്ക് ഓട്ടോ ഇവാലുവേഷൻ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആൻസറും കറക്റ്റായിട്ട് പോകുന്നു. ഇങ്ങനെയാണ് ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ. പാരഗ്രാഫ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ പാരഗ്രാഫായിട്ടുള്ള ആൻസറിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സെയിം രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ പോകുന്നു. ക്വസ്റ്റ്യൻ ആഡ് ചെയ്യുന്നു, ആൻസറിൻ്റെ അവിടെ ആൻസർ ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ആൻസറിൻ്റെ സൈഡിലും നമ്മളൊരു ഇമേജ് ആഡ് ചെയ്യാവുന്ന രീതിയിൽ, ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളതാണെങ്കിൽ അവിടെ ഇമേജ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ അവിടെ സ്റ്റുഡൻസ് ആൻസർ എൻ്റർ ചെയ്യുമ്പോഴും അവിടെ ഇമേജ് ആയിട്ട് കൊടുക്കാം. അതുപോലെ ഇപ്പം ആൻസർ ടീച്ചർ ആഡ് ചെയ്ത് വെക്കുമ്പോഴും ഇമേജ് ആയിട്ടോ ടൈപ്പ് ചെയ്തോ വെക്കാം. ഇതുപോലെ തന്നെയാണ് എസ്സേ ക്വസ്റ്റ്യൻസും വരുന്നത്. എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെ വിൻഡോ ഇതുപോലെ തന്നെ എസ്സേ ക്വസ്റ്റ്യൻ എന്നുള്ള ടൈപ്പും ആഡ് ചെയ്ത് വെക്കും. ഇത്രയാണ് ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ ടീച്ചർ സൈഡിൽ വരുന്ന കാര്യങ്ങൾ.